Hi friends, what's up? Welcome back to another video. അപ്പോൾ ഇന്ന് ഒട്ടും പ്ലാൻ ചെയ്യാതെ ചെയ്തൊരു വീഡിയോ ആണ്. ഇന്ന് ഞാൻ കളമശ്ശേരിയിൽ വെച്ച് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു RXZ 135 കാണാൻ പറ്റി. വളരെ കിടുക്കൻ ബൈക്കാണ്. ഏകദേശം 75,000 രൂപയുടെ മോഡിഫിക്കേഷൻ ചെയ്ത ബൈക്കാണിത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബൈക്ക് കൂടാതെ ഏകദേശം 75,000 രൂപയുടെ മോഡിഫിക്കേഷനാണ് ഈ ബൈക്ക് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് മേജർ മോഡിഫിക്കേഷൻ, അതിൻ്റെയൊക്കെ എല്ലാം കോസ്റ്റും ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാർ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. RX 135ൻ്റെ തേർഡ് വെർഷനായ RXZ 135 ബൈക്കാണിത്. RXZ 135 5 സ്പീഡ് എന്ന് പറഞ്ഞാൽ നല്ല റെയർ ബൈക്കാണ്, നല്ല കോസ്റ്റ്ലിയാണ്. കേരളത്തിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബൈക്കിൻ്റെ മോഡിഫിക്കേഷനെ പറ്റി പോകാം. ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഓമിനി കാറിൻ്റെ ഹെഡ്ലൈറ്റാണ് വരുന്നത്. ബൈക്കിൻ്റെ സസ്പെൻഷൻ സ്റ്റോക്ക് യമഹയുടെ സസ്പെൻഷൻ തന്നെയാണ്. അതിൽ തന്നെ കുറച്ച് ലെഗ് വെൽഡ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണിത്. മഹേന്ദ്ര മോജോ ബൈക്കിൻ്റെ ഡിസ്ക്കാണ് ഫ്രണ്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഡിസ്ക് പ്ലേറ്റിന് മാത്രം ഏകദേശം 3,800 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ അടക്കം എല്ലാം സെറ്റ് ചെയ്യാൻ ഏകദേശം 12,000 രൂപയാണ് കോസ്റ്റ് വന്നത്. ബൈക്കിൻ്റെ ഹാൻഡിൽ ബാർ നോക്കുകയാണെങ്കിൽ കസ്റ്റം റേസ് ഹാൻഡിൽ ബാറാണ് വരുന്നത്. അതിൽ തന്നെ ഒരു ട്രോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബൈക്കിൻ്റെ ബോഡി പാർട്സിനെ പറ്റിയും പെയിൻറ്റിങ്ങിനെ പറ്റി നോക്കുകയാണെങ്കിൽ സ്റ്റിക്കർ വർക്ക്സ് ഒന്നും ഇല്ലാതെ തന്നെ ബൈക്ക് ഫുൾ പെയിൻറ്റിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. യമഹയുടെ ലോഗോ അടക്കം തന്നെ എല്ലാ ബ്രാൻഡിങ്ങും പെയിൻറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ നല്ല ഫിനിഷിങ്ങിലാണ് പെയിൻറ്റിങ് ഉള്ളത്. അപ്പോൾ പെയിൻറ്റിങ്ങിനായിട്ട് മൊത്തം 8,000 രൂപയോട് അടുത്ത് ചിലവായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്കിനി എൻജിനിലേക്ക് നോക്കാം. എൻജിൻ്റെ സ്പെയർ കളക്ട് ചെയ്യാൻ തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ആയിട്ടുള്ളത്. ബൈക്കിൻ്റെ എൻജിൻ വരുന്നത് പോർട്ടഡ് എൻജിനാണ് വരുന്നത്. പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ സ്റ്റോക്കായിട്ട് വരുന്ന പോർട്സ് എല്ലാം വലുതാക്കുക എന്നാണ് അർത്ഥം. ഇങ്ങനെ ചെയ്യുന്ന വഴി കൂടുതൽ എയറും പെട്രോളും എൻജിൻ്റെ അകത്തേക്ക് ചെല്ലുന്നു. അതുവഴി പവറും ഇൻക്രീസ് ചെയ്യുന്നു. മെയിനായിട്ട് റേസ് ഓടിക്കുന്ന ബൈക്കുകൾക്കാണ് പോർട്ടിങ് ചെയ്യുന്നത്. പിന്നെ ബൈക്കിൻ്റെ ഹെഡിലെ ഫിന്ന് നോക്കുകയാണെങ്കിൽ ബട്ടർഫ്ലൈ ഫിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോർമൽ ഫിന്നല്ല. കുറച്ചുകൂടി പെർഫോമൻസ് കിട്ടാൻ നോർമൽ ഫിന്നാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ കുറച്ചുകൂടി ഷോയ്ക്ക് വേണ്ടിയാണ് ഈ ബട്ടർഫ്ലൈ ഫിന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ബൈക്കിൻ്റെ കാർബറേറ്റർ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഏകദേശം 6,000 രൂപയാണ് ഇതിന് കോസ്റ്റ് വരുന്നത്. പ്ലഗ് നോക്കുകയാണെങ്കിൽ NGKയുടെ ഒറിജിനൽ പ്ലഗ് ആണുള്ളത്. ഇതിൻ്റെ അഡാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല കോസ്റ്റ്ലി അഡാപ്റ്റേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫൈബറിൻ്റെ ക്ലച്ചാണ് ബൈക്കിൽ വരുന്നത്. ബൈക്കിൻ്റെ റീഡ് വാൽവും ഫൈബർ തന്നെയാണ്. ബൈക്കിൻ്റെ എക്സോസ്റ്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഒരു കസ്റ്റം ചേമ്പറാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 6,000 രൂപയാണ് ഇതിന് കോസ്റ്റ് വരുന്നത്. വീൽസ് വരുന്നത് ബാക്കിൽ SD-യുടെ 16 ഇഞ്ചിൻ്റെ വീൽസും ഫ്രണ്ടിൽ 18 ഇഞ്ചിൻ്റെ വീലുമാണ് വരുന്നത്. രണ്ടിലും മോട്ടോഡിയുടെ ടയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. യമഹയുടെ സ്റ്റോക്ക് സീറ്റ് കുറച്ച് അപ്പോൾസറി ചെയ്ത് ഷേപ്പ് ആക്കിയിട്ടാണ് ഇപ്പോൾ ഈ ബൈക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കസ്റ്റം ചെയ്തെടുത്ത കാരിയറാണ് ബൈക്കിന് വരുന്നത്. ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. ഇതിൽ തന്നെ കുറേ നോച്ചസും ഹോൾസും ഒക്കെ ഉണ്ട്. നമ്മുടെ ബാഗൊക്കെ നമുക്ക് ബഞ്ചി കോഡ് ഹുക്ക് ഉപയോഗിച്ച് ഈസി ആയിട്ട് ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. സിങ്ക്യാം നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള RS കിങ് എന്ന് പറഞ്ഞ ബൈക്കിൻ്റെ സിങ്ക്യാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫുള്ളി അലൂമിനിയത്തിലാണ് ഈ സിങ്ക്യാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബൈക്കിൻ്റെ പഴയ ഫുഡ് റെസ്റ്റ് എല്ലാം ചേഞ്ച് ചെയ്ത് പുതിയ FC ബൈക്കിൻ്റെ ഫുഡ് റെസ്റ്റാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബൈക്ക് ചെയ്തേക്കുന്ന മെയിൻ മോഡിഫിക്കേഷൻ. അപ്പോൾ ഈ ബൈക്ക് ഇതിനു മുമ്പ് വളരെ ഒരു മോശം കണ്ടീഷനിലുള്ള ബൈക്കായിരുന്നു. ഇത് ഗ്രൗണ്ട് ലെവലിൽ നിന്നോട്ട് അടിമുടി മൊത്തം പണിതെടുത്ത ബൈക്കാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം തൊട്ട് ഒന്നോടെ എല്ലാ മോഡിഫിക്കേഷനും അതിൻ്റെ കോസ്റ്റും പറയാം. ബൈക്കിൻ്റെ ചേമ്പറിന് വരുന്നത് 5,500 രൂപയാണ് വരുന്നത്. ബൈക്ക് ഫുൾ പെയിൻറ്റ് ചെയ്തതിന് 8,000 രൂപയും കാർബറേറ്റർ ഇമ്പോർട്ട് ചെയ്തതാണ്, അതിന് 6,000 രൂപയും. സിങ്ക്യാം RS കിങ് എന്ന് പറഞ്ഞ ബൈക്കിൻ്റെയാണ്, പുറത്തെ വണ്ടിയുടെ സിങ്ക്യാമാണിത്. അതിനും 6,000 രൂപയാണ് വരുന്നത്. ഫ്രണ്ടിൽ മഹേന്ദ്ര മോജോയുടെ ഡിസ്ക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഡിസ്ക് പ്ലേറ്റിന് മാത്രം ഏകദേശം 3,800 രൂപ വരും. അതിൻ്റെ മാസ്റ്റർ സിലിണ്ടറും എല്ലാം കൂടി സെറ്റ് ചെയ്യാൻ 12,000 രൂപയാണ് വരുന്നത്. എഞ്ചിൻ്റെ ഹെഡിലുള്ള ബട്ടർഫ്ലൈ ഫിന്നിന് ഏകദേശം 2,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ മച്ചാമാരെ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇതുപോലത്തെ പുതിയ വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മച്ചാമാരെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും റൈറ്റ് സേഫ്.